അങ്ങാടിയിൽ പിഴച്ചതിന് അമ്മയുടെ നെഞ്ചത്തെന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമാ സംഘടനയുടെ കാര്യമല്ല. അമ്മ എന്ന പ്രയോഗം ഇവിടെ അന്വർത്ഥമാക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് അനുബന്ധമായി നടികളുടെ വെളിപ്പെടുത്തലുകളും പരാതികളും വന്ന് സിനിമാ മേഖലയിലെ വൻമരങ്ങൾ കടപുഴകി വീഴാൻ തുടങ്ങിയപ്പോൾ പാവം സുരേഷ് ഗോപിക്കും സങ്കടം തോന്നിയിട്ടുണ്ടാകണം, സങ്കടം ജനിച്ചിട്ടുണ്ടാകണം. എന്തിന് ഇങ്ങനെ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ പരാതികളുമൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമല്ലേ, കോടതി തീരുമാനിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് നിങ്ങൾക്ക് കിട്ടിയ തീറ്റയാണ്, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഇരയാണ്, ഇര ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിനെ പിച്ചിമാന്തി തിന്ന് നിങ്ങൾ കാശുണ്ടാക്കുക, അത് വച്ച് നിങ്ങൾ കാശുണ്ടാക്കുക. നിങ്ങൾ ആരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണോ ഇവിടെ വെച്ച് ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി അമ്മ അസോസിയേഷൻ്റെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹം മുമ്പേ ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. എങ്കിലും പ്രതിഷേധങ്ങളൊന്നുമില്ല, അമ്മയോട് പരിതാപമോ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അഭ്രപാളികളിലെ പ്രശ്നം, അല്ലെങ്കിൽ സെറ്റിലുണ്ടാകുന്ന പ്രശ്നം, അതിന് മീഡിയ എന്തു പിഴച്ചു? മീഡിയ ഓരോ ആളുകൾ പറയുന്നത് എടുത്ത് കാണിക്കുക അല്ലേ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലാതെ അത് വ്യാഖ്യാനിച്ച് വഷളാക്കുന്ന ചർച്ചകളൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം. പക്ഷേ ഈ സംഭവങ്ങൾ അതേമാതിരി റിപ്പോർട്ട് ചെയ്യണ്ടേ? ഒരു നടി ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അത് സംപ്രേഷണം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു നടി ഒരു പരാതി കൊടുത്ത് ഒരാൾ രാജിവെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റുമോ? അത് പൂഴ്ത്തി വയ്ക്കാൻ പറ്റുമോ? സത്യത്തെ എത്ര കാലം ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും? അതൊക്കെ സുരേഷ് ഗോപി ചിന്തിക്കുന്നില്ല. അദ്ദേഹം അങ്ങ് ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ മാറ്റിക്കളയുന്നു, വഴി തെറ്റിച്ചു വിടുകയാണ് മീഡിയ. സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ നല്ല നിലയിലായിരുന്നു ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് വരെ. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറികൾ, അതിനെ റിപ്പോർട്ട് ചെയ്തതിലൂടെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ മാധ്യമങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് എന്നാണ് സുരേഷ് ഗോപിയുടെ ആരോപണം. അടുത്തത് പരാതി ആരോപണങ്ങളുടെ രൂപത്തിലാണ് ഉള്ളത്. സുരേഷ് ഗോപി അറിഞ്ഞു കാണില്ല, നോർത്ത് പോലീസ് സ്റ്റേഷൻ, അതായത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബംഗാളി നടി മിത്ര പരാതി കൊടുത്തതും അതൊന്നും സുരേഷ് ഗോപി അറിഞ്ഞിരിക്കാനിടയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാരും വാട്സപ്പിൽ മെസ്സേജും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ധരിക്കാം. അദ്ദേഹം പറയുന്നത് പരാതികളൊന്നുമില്ല, വെറും ആരോപണം മാത്രമാണ്. ആരോപണത്തിൻ്റെ പേരിൽ എന്തിനാണ് വൻമരങ്ങൾക്ക് നേരെ ഇങ്ങനെ കല്ലേറ് നടത്തുന്നത്, അവരെ തൂക്കി തറയിലടിക്കുന്നത് എന്നൊക്കെ സുരേഷ് ഗോപി നനച്ചു വച്ചിട്ടുണ്ടാകണം. മറ്റൊരു കാര്യം, വലിയൊരു സംവിധാനത്തെയാണ് മീഡിയ തകിടം മറിക്കുന്നത്. വലിയൊരു സംവിധാനം എന്നതുകൊണ്ട് സുരേഷ് ഗോപി അർത്ഥമാക്കുന്നത് സിനിമാ മേഖലയാണ്. ആ ഒരു സംവിധാനത്തെയാണ് ഇപ്പോൾ മീഡിയ തകിടം മറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സുരേഷ് ഗോപി, പ്രിയപ്പെട്ട മിനിസ്റ്റർ, ബഹുമാന്യനായ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമ സൃഷ്ടിയല്ല. മീഡിയയ്ക്ക് അതിൽ യാതൊരു റോളുമില്ല. മീഡിയയിലെ ചില ആളുകൾ വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ നൽകിയിരുന്നു ഈ റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാകണം റിപ്പോർട്ട് പുറത്തു വന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നു, ചർച്ച ചെയ്യപ്പെട്ടു, സമൂഹം അത് വായിച്ചു. സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെയുള്ള പുഴുക്കുത്തുകളുണ്ട് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു. ഇത് വായിക്കാൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ മീഡിയയുടെ റോൾ എന്താണ്? ജനാധിപത്യ സംവിധാനത്തിൽ 4ാം തൂണാണ് മീഡിയ എന്ന് പറയുമ്പോൾ മീഡിയയുടെ റോള് എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? അങ്ങ് കരുതുന്നത് മീഡിയ ഇങ്ങനെ സർവ്വ പുച്ഛവും അടക്കി മര്യാദയ്ക്കിരിക്കണമെന്നാണോ? താങ്കളുടെ ഒരു സിനിമയില്ലേ, പത്രം എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്, അതിനകത്ത് ക്ഷോഭിക്കുന്ന മാധ്യമപ്രവർത്തകനായിരുന്നില്ലേ താങ്കളുടെ വേഷം? അതിലെന്താണ് താങ്കൾ ചെയ്തത്? അതൊക്കെ തന്നെയല്ലേ മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ മീഡിയ ചെയ്യുന്നത്? ഇവിടെ ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് മീഡിയ ചോര കുടിക്കുകയാണ് എന്നാണ് അടുത്തൊരു പ്രയോഗം. ആടുകളെന്ന് ഉദ്ദേശിക്കുന്നത് നടന്മാരും നടിമാരും ആയിരിക്കണം. ഇവരെ തമ്മിൽ അടുപ്പിച്ച് അതിൻ്റെ ചോര കുടിക്കുകയാണ് മാധ്യമം. എന്തൊരു രസകരമായ കമൻറ്റുകളാണ് സുരേഷ് ഗോപി പറയുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ഒരു സീനിയർ മോസ്റ്റ് നടനാണ്, സൂപ്പർ സ്റ്റാർ നടനാണ്. മലയാളത്തിൽ അദ്ദേഹത്തിന് ധാരാളം ആരാധകരുണ്ട്. അദ്ദേഹം 22 സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ഒരു ജന്മം കഴിഞ്ഞാൽ തീരാത്തത്ര സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഭിനയിക്കാൻ അദ്ദേഹം ഇങ്ങനെ കച്ച കെട്ടിയിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടണം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അനുമതി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല, മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ മന്ത്രി കസേര തെറിക്കാനാണ് സാധ്യത എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ അവസരത്തിലാണ് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം ആ പൃഥ്വിരാജിനെയൊക്കെ കണ്ടുപഠിക്കണം. സുരേഷ് ഗോപി ബാലപാഠം പഠിക്കേണ്ടത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരിൽ നിന്നാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ ജൂനിയർ നടന്മാരുണ്ട് ഇവിടെ, പല കാര്യങ്ങളും പറയുന്നവർ. ടൊവിനോയും പറഞ്ഞു. ഇവരെയൊക്കെ കണ്ടുപഠിക്കണം സുരേഷ് ഗോപി.
ഇവരൊക്കെ പറയുന്ന നിലപാടുകൾ അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ അളന്ന് തൂക്കിയുള്ള വാക്കുകൾ എല്ലാം വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പൃഥ്വിരാജ് പറയുന്നു. ഇപ്പോൾ ഈ വാർത്തകൾ ഒന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിലും പറയേണ്ട ഒരു സാമാന്യ ബോധം സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്ക് ഇല്ലാതെ പോയല്ലോ എന്നതാണ് ഞെട്ടിക്കുന്ന സംഭവം. സുരേഷ് ഗോപി കാര്യം വലിയ ഡയലോഗൊക്കെ അടിക്കുന്ന സിനിമാ നടനാണെങ്കിലും മന്ത്രി ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പോക്കുമൊക്കെ അത്ര നല്ല രീതിയിലല്ല, അത്ര വെടിപ്പല്ലെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിനും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ അതൃപ്തിയുണ്ട്. അപ്പോഴാണ് മാധ്യമങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ പരാതികളെക്കുറിച്ചും സിനിമാ മേഖലയിലെ പൊട്ടിത്തെറികളെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയ തീറ്റയാണ്, അത് വച്ച് നിങ്ങൾ കാശുണ്ടാക്കുക, നിങ്ങളൊരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ്, നിങ്ങൾ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ശരിക്കും എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇവിടെ ആളുകൾ പറയുന്നത്, ഓരോ നടിമാരും അവരുടെ സങ്കടങ്ങൾ പുറത്തു പറയുന്നത് അവർക്ക് അത്രമേൽ സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്, അത്രമേൽ അവർ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട് ആ സംഭവങ്ങൾ നടന്ന ദിവസങ്ങളിലെങ്കിലും. ആ സങ്കടം ഉള്ളിലൊതുക്കിയാണ് അവർ ഇതൊക്കെ പുറത്തു പറയുന്നത്, വെട്ടിത്തുറന്ന് പറയുന്നത്. അപ്പോൾ അതിനൊപ്പം നിന്ന് അവർ സമാശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ പോലീസ് നടപടി ഉണ്ടാകണമെന്നോ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതിനോ പകരം ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്ക്, എല്ലാ കുറ്റവും റിപ്പോർട്ടർമാർക്ക്. എന്തൊരു കഷ്ടമാണല്ലേ സുരേഷ് ഗോപിയുടെ അവസ്ഥ. ലജ്ജാവഹം എന്നൊക്കെ പറയുന്നത് ഇത്തരം സംഭവങ്ങളെയാണോ, അല്ലെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളെയാണോ, അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെയാണോ? അങ്ങാടിയിൽ പിഴച്ചതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ ഒരു പശ്ചാത്തലം വിവരിക്കാൻ വേണ്ടിയാണ്. എവിടെയോ എന്തോ പിഴവ് പറ്റി. ആ പിഴവ് പറ്റിയത് എവിടെയാണെന്ന് എല്ലാ മലയാളികൾക്കും ഇപ്പോൾ കൃത്യമായി അറിയാം. ആ പിഴവിന് മാധ്യമങ്ങളെ പഴിചാരിയാൽ ശരിയാകുമോ മിസ്റ്റർ സുരേഷ് ഗോപി?